ഉരുൾപൊട്ടലിൽ കാണാതായി ഉറ്റവരെ തേടി ഇറങ്ങിയതാണ് മാധവനും നെഞ്ചുണ്ടനും. മഴ കനത്തപ്പോൾ ജന്മനാടായ മൈസൂരിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും കൂട്ടാക്കിയില്ലെന്ന് നിറഞ്ഞ കണ്ണുകളോട് നെഞ്ചുണ്ടൻ നമ്മോട് പറഞ്ഞു. ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് മൈസൂരുവിൽ നിന്ന് രാജേന്ദ്രനും രത്തിനിയും വയനാട്ടിലേക്ക് വണ്ടി കയറിയത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പരിഭവങ്ങളും പങ്കിട്ട സുന്ദരമായ നാളുകൾ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം അവസാനിച്ചു. അന്നൊലിച്ചിറങ്ങിയ ഉരുൾ രാജേന്ദ്രന്റെയും രത്തിനിയുടെയും സ്വപ്നങ്ങൾ കവർന്നെടുത്തു. ദുരന്തവാർത്തയറിഞ്ഞ് ഇരുവരെയും തേടിയിറങ്ങിയതാണ് സഹോദരന്മാരായ മാധവനും നെഞ്ചുണ്ടനും. ആശുപത്രികൾ വന്ന ദിവസമൊക്കെ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു 3 ദിവസം മുമ്പ് ഞങ്ങൾ വന്നു. അന്ന് സംഭവിച്ചത് പിറ്റേന്ന് ഞങ്ങൾ വന്ന് ഒരു 3 മണി വരെ പ്രതീക്ഷ ഉണ്ടായി. പിന്നെ അതിന് ശേഷം എവിടെയും ഫോൺ കോളും ഇല്ല. ഫോൺ വിളിച്ചവർ ഇവിടെ എവിടെ ഇല്ല, എത്തിപ്പെട്ടിട്ടില്ല എന്ന ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൈവിട്ടു പോയ ശേഷമാണ് ഞങ്ങൾ എവിടെയെങ്കിലും കാണും. വയനാട്ടിൽ സ്ഥിതി മോശമാണ്. നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും രത്തിനിയും രാജേന്ദ്രനും കൂട്ടാക്കിയില്ല. ഒരുപക്ഷെ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഇരുവർക്കും കഴിഞ്ഞിട്ടുണ്ടാകില്ല. അന്ന് രാവിലെ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ്, പ്രത്യേകിച്ചും പറഞ്ഞതാണ്, നിങ്ങൾ നിൽക്കേണ്ട, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലുണ്ട്, എന്തോ ഒരു പന്തികേടുണ്ട് അവിടെ, പക്ഷേ നിങ്ങൾ അവിടെ നിൽക്കേണ്ട പറഞ്ഞിട്ട് അവർ രണ്ടു കൂടെ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ട് അന്ന് അവിടെ പോയിട്ട് ഫോൺ വിളിയാണ് ഞങ്ങൾ, നിങ്ങൾ നിൽക്കേണ്ട വന്നോളി മൈസൂർ ഭാഗത്ത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ ഞാൻ അത്രയും വിളിച്ച് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. കേൾക്കണ്ടല്ലോ, അവൻ്റെ മനസ്സ് മാറിച്ചു വിളിച്ച് കൊണ്ടുപോകാൻ. സഹോദരിക്കും ഭർത്താവിനും എന്ത് സംഭവിച്ചുവെന്നറിയാതെ ഉള്ളുപിടഞ്ഞു നിൽക്കുകയാണ് മാധവനും നെഞ്ചുണ്ടനും. ആശുപത്രിയിൽ തിരഞ്ഞു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദുരന്തഭൂമിയിലേക്ക് കടക്കാനാകുന്നില്ല. 3-ാം നാളിലും ഉറ്റവർക്കായി കാത്തിരിക്കുകയാണ് ഈ സഹോദരന്മാർ, പ്രതീക്ഷ കൈവിടാതെ. ടീം 24 വയനാട്.